അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികൾ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടും. മുമ്പ് പലതവണ ഞാൻ സൂചിപ്പിച്ചതാണ്, ഈ ഒരു ദിക്ർ ജീവിതത്തിൽ പതിവാക്കിയവർക്ക് ധാരാളം അത്ഭുത ഗുണങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള ധാരാളം മഹത്വമുള്ള ബഅലവി ത്വരീഖത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും അവർ ചൊല്ലുന്ന ദിക്റുകളെക്കാൾ ഏറ്റവും ഉത്തമമായ ദിക്ർ ഇതാണ്. ഈ ദിക്ർ ഹബീബായ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, ഒരാൾ ദിവസവും 100 തവണ എല്ലാ ദിവസവും 100 തവണ ചൊല്ലുന്നു. എന്നാൽ കാനലഹു അമാന മിനൽ ഫഖ്ർ, മരണം വരേക്കും ഫഖ്ർ ഉണ്ടാവുകയില്ല, ദാരിദ്ര്യം ഉണ്ടാവുകയില്ല, പണത്തിന് വേണ്ട ഒരു ബുദ്ധിമുട്ട് നേടേണ്ട ഒരു അവസ്ഥ അവന്റെ ജീവിതത്തിൽ വരില്ല. ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ആവശ്യമുള്ള സമയങ്ങളിൽ റബ്ബ് എളുപ്പമാക്കി കൊടുക്കും. വയുഅ്മനു മിൻ വഹ്ശത്തിൽ ഖബർ, ഖബറിന്റെ ഏകാന്തതയിൽ നിന്ന്, ഖബർ ഓർത്തിട്ടാണ് മഹാന്മാരൊക്കെയും കരഞ്ഞത്. കാരണം ഖബറിൽ മാത്രമാണ് ഒറ്റക്ക് കിടക്കേണ്ട ഒരവസ്ഥ വരിക. എന്നാൽ ആ ഖബറിനെ പേടിച്ച് ജീവിച്ചവരാണ് മഹാന്മാരൊക്കെയും. അപ്പോൾ നമുക്ക് ഖബറിൽ ഒറ്റക്ക് കിടക്കേണ്ട ഒരവസ്ഥ വരില്ല. ഈ ദിക്ർ ചൊല്ലിയാൽ ഈ ദിക്റായിരിക്കും അവന്റെ സുഹൃത്ത് ഖബറിൽ. അവനിക്ക് അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരേക്കും അവന്റെ സമയം പോക്കിന് വേണ്ടി ഈ ദിക്റിനെ അല്ലാഹു മനുഷ്യന്റെ കോലത്തിൽ അയക്കുകയും അവനെ ഖിയാമത്ത് നാൾ വരേക്കും അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ ദിക്റുണ്ടാകും. അതേപോലെ തന്നെ അസ്തുജ്ലബ ബിഹിൽ ഗൈന, ഐശ്വര്യമുള്ള ജീവിതം അവന്റെ ജീവിതത്തിൽ കടന്നു വരും. ഈ ദിക്ർ വലിച്ചു കൊണ്ടുവരും. അവനിക്ക് വേണ്ടി ഇസ്സത്തുള്ള, അന്തസ്സുള്ള, അഭിമാനമുള്ള, ഐശ്വര്യമുള്ള നല്ലൊരു ജീവിതം അവന് കടന്നു വരും. അതേപോലെ തന്നെ വസ്തുക്കുറി അബിഹി ബാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽ അദ്ദേഹം മുട്ടുകയാണ്. ഇത് ദിക്ർ വഴി അദ്ദേഹം സ്വർഗത്തിന്റെ വാതിൽ മുട്ടുകയാണ്. അതായത് മരിച്ചാൽ അദ്ദേഹം സ്വർഗമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ മഹത്വം. അതുകൊണ്ട് എല്ലാവരും ഈ ദിക്ർ പതിവാക്കണം. ഏതാണ് ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ദിക്റിന്റെ മജ്ലിസ് തന്നെ നമുക്ക് ഞായറാഴ്ച ദിനങ്ങളിൽ ചൊല്ലി വരുന്നുണ്ട്. എല്ലാവരും ആ മജ്ലിസുകളിൽ കൂടാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ.